ഏറ്റുമാനൂർ നഗരമധ്യത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റേഷന് മുമ്പിലെ മാലിന്യ കിണറിന് മറകെട്ടി നഗരസഭ. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ് ആരോഗ്യ ഭീഷണിയായ തീപിടുത്തത്തിന് സാധ്യതയുള്ള കിണർ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്റ്റാർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിണറിലെ മാലിന്യം നീക്കാൻ ശുചീകരണ തൊഴിലാളികൾക്ക് കഴിഞ്ഞില്ല. ചില തൊഴിലാളി യൂണിയനുകൾ തർക്കമുന്നയിച്ചതോടെ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ പിന്മാറുകയായിരുന്നു. ജനുവരി 7 നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാത്യു വാക്കത്തുമാലി പറഞ്ഞു. 7-ാം തീയതി ഞങ്ങൾ കൗൺസിൽ കൂടുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലേക്കെല്ലാം നീങ്ങും. ഒരു കാരണവശാലും ഏറ്റുമാനൂരിൻ്റെ വികസനത്തിനും ഏറ്റുമാനൂർ ജനതയ്ക്കും ദോഷം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതുവരെ ഒന്നേ കൂടിയുള്ളൂ. അത് പൊതുവായ ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങളെപ്പറ്റി മാത്രമേ ചർച്ച നടത്തിയുള്ളൂ. അതിനകത്ത് അജണ്ടയായി വന്നുള്ളൂ. പുതിയ കാര്യങ്ങളെപ്പറ്റിയുള്ളത് അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിഗണിക്കും. അതോടൊപ്പം തന്നെ കൗൺസിലിലും ഈ വിഷയം ഉന്നയിച്ച് അതിന് പരിഹാരം തേടും. മുൻപ് കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുന്നത്. മലിനമായ ഈ കിണറിന് സമീപത്തുള്ള മറ്റൊരു കിണറിൽ നിന്നാണ് നിലവിൽ നഗരസഭയിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കുടിവെള്ളം ശേഖരിക്കുന്നത്. ശുചിമുറി മാലിന്യമടക്കം ഇതിനു ചുറ്റും കിടക്കുന്നത് ഈ കിണർ മലിനമാകാൻ കാരണമാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഗൗരവമായിട്ട് തന്നെ ഇത് എടുക്കും. എന്നിട്ട് എന്താണേലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഞങ്ങളുടെ ഈ കൗൺസിൽ എല്ലാവരും അതിനകത്ത് രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ ഏകപക്ഷമായ തീരുമാനമെടുത്ത് ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള തീരുമാനം എടുക്കും. കുടിവെള്ള സ്രോതസ്സായിരുന്നു അത്. കിണറിന് ചുറ്റുമുള്ള ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കൊതുകുജന്യ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ വിഷയങ്ങൾ അടുത്ത കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ കൗൺസിലർമാരും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പറഞ്ഞു. അടുത്ത കൗൺസിലിൽ ഇത് അവതരിപ്പിച്ച് അതിനകത്ത് ഞങ്ങളെല്ലാം കൂടെ കൂട്ടായിട്ട് അതിന്റെ തീരുമാനങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ച് ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവുന്നതാണ്. നമ്മുടെ കാലയളവിൽ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ പെടുകയോ പബ്ലിക്കിന്റെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് 2 മാസം ഞങ്ങൾ ജനപ്രതിനിധികൾ മാറിയുന്ന സമയത്താണ് പബ്ലിക്കിന്റെ വേസ്റ്റ് മാത്രം അവിടെ കൊണ്ടിരുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ യാതൊരുവിധ മാലിന്യങ്ങളോ ആ കിണറ്റിൽ നമ്മൾ ഡബ് ചെയ്യാറില്ല. നമുക്കതിനുള്ള വേറെ സംവിധാനമുണ്ട്. കരിയില കൊണ്ടുവന്ന അമ്പലത്തിന്റെ ഭാഗത്തെ ആ കരിയില കൊണ്ടുവന്ന് പോലും നമ്മുടെ സ്ഥലങ്ങളിലാണ് അത് കത്തിച്ച് കളയുക ചെയ്യുന്നത്. നമ്മുടെ ശുചീകരണ പ്രവർത്തന ആൾക്കാരോ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും ആ കിണറ്റിനകത്ത് മാലിന്യം കൊണ്ടിടാറില്ല. പബ്ലിക്ക് മാത്രമാണ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു. ഇലക്ഷൻ സമയത്താണ് കിണറ്റിൽ മാലിന്യം നിക്ഷേപിക്കപ്പെട്ടതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർപേഴ്സൺ ബീന ഷാജി വ്യക്തമാക്കി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിബിൻ, ജോയി മന്നാമല അടക്കമുള്ള ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എത്രയും വേഗം കിണർ ശുചീകരിക്കണമെന്നും നിലവിലെ കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.